ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ നിവ്യയുടെ വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ എനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ്. അവളാണെങ്കിൽ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയെ നിൽക്കുന്നുണ്ട്. ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ തുടങ്ങുന്നത്. കാരണം ഞാൻ എത്തുമ്പോഴേക്കും അവൾ റെഡിയായി ഇറങ്ങാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഞാൻ അവളുടെ വെഡ്ഡിങ് ആകുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഒരുങ്ങണമല്ലോ, ആ ഒരു രീതിയിൽ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും സാരമില്ല, അവൾ കല്യാണത്തിൻ്റെ മുന്നെങ്കിലും ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ നല്ല ചിരിച്ച് നിൽക്കുന്നുണ്ട്. അവളെ ചുറ്റും നിൽക്കുന്നത് അവളെ കസിൻസ്, അതുപോലെ മാമൻ്റെ മക്കൾ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും നിന്നിട്ട് അവളെ ഇങ്ങനെ കൊണ്ടുവരുന്ന ചടങ്ങാണ് ഫസ്റ്റ് തന്നെ വരുന്നത്. അപ്പോൾ അവർ മെല്ലെ നീങ്ങുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് നമുക്ക് വിളക്കും കൊണ്ട് ആദ്യം പോകണം അമ്മ. അപ്പോൾ നിവ്യൻ്റെ അമ്മ റീബേച്ചിയാണ്. അപ്പോൾ റീബേച്ചിയാണ് മുന്നേ പോകേണ്ടത്. റീബേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചെക്കൻ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു കല്യാണ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് തവണ അവളെ വീട്ടിൽ പോയിട്ടുണ്ട്. കളിക്കുക, ചിരിക്കുക, തമാശയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കല്യാണ വീടായിട്ട് എനിക്ക് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എൻ്റെ പ്രശ്നമാണോ ഇനി അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അവളുടെ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ അവൾ കല്യാണം കഴിച്ച് പോവുകയാണല്ലോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന വിഷമം പോലെ തന്നെയാണ് ഒരു ഫ്രണ്ടിനുണ്ടാകുന്ന വിഷമമൊന്നും എനിക്ക് ആ ഒരു ഇതിൽ മനസ്സിലായി. കാരണം എനിക്ക് ഉള്ളിൽ നിന്നിങ്ങനെ എന്താ പറയുക, ഒരു വിഷമം വരും. കാരണം അല്ലാതെ ഞാൻ അവിടെ നാട്ടിൽ തന്നെ കല്യാണം ഉണ്ടെങ്കിലും കൂടൽ എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, എനിക്കൊന്ന് ഉള്ളിയേരി വരെ പോകണമെങ്കിൽ ബാലുശ്ശേരി അങ്ങനെ എവിടെ പോകണമെങ്കിലും ഞാൻ അവളെയും കൂട്ടിയിട്ടാണ് പോവുക. അവളാണെങ്കിൽ എവിടെ പോകുമ്പോൾ എന്നെയും കൂട്ടിയിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോവുക. ഹിബിന, മോളൂട്ടി, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരാളില്ലെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കൂടെയുള്ള ഒരാൾ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണല്ലോ. എനിക്ക് വളരെ വിഷമമാണ് അവളെ വിട്ട് പോവുക എന്നുള്ളത്. എന്തായാലും അവളും കല്യാണം കഴിച്ച് പോവുകയാണ്. അതുപോലെ തന്നെ നാളെ ഒരു ദിവസം ഞാനും കല്യാണം കഴിച്ച് പോകേണ്ടതാണ്. എന്ത് തന്നെ വന്നാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഇത് അതെന്നും കീപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ. അവളും കീപ്പ് ചെയ്യും. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഒരു വിവാഹ ജീവിതം തന്നെ അവൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അവളുടെ കല്യാണം ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ മണ്ഡപത്തിലേക്ക് നേരെ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എൻ്റെ വാക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് കല്യാണ വിശേഷങ്ങളെന്ന്. അപ്പോൾ വിഷ്ണുവേട്ടൻ നമ്മളെ വേദിയിലേക്ക് കയറിയിട്ടുണ്ട്. വേദിയല്ല, കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവേട്ടൻ അവരെ ഫാമിലി മൊത്തം എത്തിയിട്ടുണ്ട് കല്യാണത്തിനായിട്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെല്ലാവരും ഉണ്ട്.
വളരെ പെട്ടെന്നായിരുന്നു. അതേറെ നീ വിവാഹിതയായി. മുട്ടായി അടി പോലെ ഫോട്ടോ വെച്ച മുട്ടായി അയക്കും. അടിപൊളി. നോക്കിക്കോണം. അങ്ങനെ നിവ്യനെ കൈപിടിച്ച് കൊടുത്തു. അല്ല, ഭാഗത്ത് അങ്ങനെ ആ ഭാഗത്ത് നിൽക്കാൻ പാടുണ്ടാവും. പെണ്ണും ചെക്കനും ഉണ്ടാവും. കൃഷ്ണനും രാധയാണോ? യെസ്, അങ്ങനെ ഇത് രണ്ടില്ലേനും. അല്ല, കൃഷ്ണനും രാധ അങ്ങനെയാണല്ലോ. ആ ആ ആ അതാണല്ലേ. അതാണ്. ക്ലിയർ ആയിരിക്കും കേട്ടോ. ശ്രദ്ധിക്കണം, സുറ്റ് ശത്രുക്കളാണ്.
അങ്ങപ്പം പോണേ അടുത്ത ആഴ്ച. അല്ല അടുത്ത ആഴ്ച അങ്ങും വേണ്ടേ ഇത് പറയാൻ നിൽക്കുന്ന മോശ പറയണ്ടേ വരുന്നത് വേണാത്തോ. അച്ഛൻ വന്ന് അവിടെ പോയി ഞാൻ വിളിച്ചപ്പോൾ അച്ഛനെ ഫോൺ എടുത്ത് വീട്ടിൽ സിധു ഒരു ഹായ് പറയൂ. തെറി പറയൂ. എങ്ങനെ കഴിഞ്ഞോ? പിന്നെ കുറച്ച് പറയാം. ഏട്ടാ അത് കുറച്ച് മതി കേട്ടോ. ഓ മതി. അച്ഛനാ പായസം അതന്നെ അതന്നെ നന്നായി. അച്ഛൻ 2 ഗ്ലാസ്സിൽ വിളമ്പണത്. അച്ഛൻ പായസം വിളമ്പുന്നത്. സർക്കാർ അച്ഛാ പായസം വിളമ്പ അച്ഛാ. അച്ഛൻ വിളമ്പ അവസാനത്തെ പപ്പടാണ്. ഇപ്പൊ വന്ന നന്നായി. പക്ഷെ ഇതിനറിയാം അവസാനത്തെ പപ്പടാന്ന്. ഇപ്പൊ വന്ന നന്നായി. ആ കയ്യിൽ ചൂടില്ലാലോ. അങ്ങമ്മ എടി നിവി മാറി കൊടുക്ക്. നിവി ഏട്ടൻ മാറി കൊടുക്കേട്ടാ. ഒരു ശർക്കര പേരെങ്കിലും നിവ്യ ആര് കൊടുക്കും നിവ്യ. ലൈവ് ഇല്ലടാ. വ്ളോഗ് ഇറക്കും വ്ളോഗ്. നിന്റെ അച്ഛനടുത്ത് കിട്ടോ പേടിക്കണം. ആ എല്ലാ അച്ഛന്മാരും ഉണ്ട് കേട്ടോ. റീബേച്ച് സന്തോഷായില്ലേ? എന്താ ദേവി എന്താന്ന് ആയേ അവിടെ പോയില്ലേനോ? അവിടെ ഫോട്ടോ എടുത്തോ? റൂമ കാര്യ നീവ്യ ഇല്ലേ? എനിക്ക് ബ്ലോഗ് എടുക്കാനുള്ള കേട്ടോ. തുടങ്ങിക്കോ. ഇതില്ല പോന്ന ഇതില്ലടി.
ഞാൻ മണവാളൻ. ചിഞ്ചു ഇപ്പൊ ഓട്ടാ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നിവ്യത യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇറങ്ങാനുള്ള പരിപാടിയല്ലേ? അച്ഛനും ഷെയ്ക്കിൻ്റെ കൊടുത്തേ, അമ്മേനോട് ഷെയ്ക്കിൻ്റെ കൊടുത്തേ. അളിയനോ അളിയനോ ബ്രോ അതിനോട് അതിനോട് ബ്രോ ജസ്റ്റ് ഷെയ്ക്കണ്ട് അതേപോലെ എന്നിട്ട് ഒരു ഷെയ്ക്കണ്ട് ബ്രോ. ഇനി ജസ്റ്റ് കൈ പിടിച്ചറിയിക്കും. അങ്ങനെ കൂട്ടുകാരെ നമ്മളെ നിവ്യയുടെ വെഡ്ഡിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവൾ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ ചോദിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായൊന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിഷമം എന്തായാലും വരും. സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണല്ലോ. പിന്നെ എന്താ സന്തോഷിച്ചാലും നമ്മൾ ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടുക എന്ന് പറയുമ്പം അതൊരു വേറൊരു സന്തോഷം തന്നെയാണ്. അതിൽ അവൾ ഹാപ്പിയാണ്. അതാണല്ലോ നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ സൽക്കാരമുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് പോകും. മുതുകാടേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഒക്കെ അവിടെ നിന്ന് കാണാം. ടാറ്റാ ബൈ ബൈ.